പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്കോളർ ലേണിംഗ് സൊല്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമുക്ക് ഒരു അസൈൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ആ അസൈൻമെൻറ്റ് എപ്രകാരം നമ്മുടെ സ്വന്തമാക്കി തീർക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ആ സെൻറ്റൻസ് എങ്ങനെ മാറ്റാം, പാരഗ്രാഫ് എങ്ങനെ മാറ്റാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്, അതായത് വിവരണാത്മകമായിട്ടും വിശകലനാത്മകമായിട്ടും എങ്ങനെ നമുക്ക് നമ്മുടെ അസൈൻമെൻറ്റിനെ വേർതിരിച്ച് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാം, ചെറുകഥാ സാഹിത്യത്തിൽ നിന്നൊരു അസൈൻമെൻ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അറിയോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ചെറുകഥ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നിന്നുള്ളൊരു വിഷയം കിട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികം കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്യാം, വേർതിരിച്ച് കാണാനും വിവരിച്ചെഴുതാനും ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പം ഡിസ്ക്രിപ്റ്റീവ് ലെവലിലാണ് നമുക്കിത് എഴുതേണ്ടത് അല്ലേ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരണാത്മകമായ. എന്താണ് വിവരണം എന്ന് പറഞ്ഞാൽ? വിവരിച്ചു പറയുന്നത് അല്ലേ. വിവരണാത്മകമായ എന്ന് പറഞ്ഞാൽ വിവരിച്ചു പറയുക. അതായത് ഒരു വ്യക്തിയെയോ ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ ഒരു ആശയത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഭാവത്തെയോ നമ്മൾ എന്ത് ചെയ്യുന്നു? വിവരിച്ചു പറയുന്നു. അതിനെയാണ് നമ്മൾ വിവരണാത്മകം എന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു അസൈൻമെൻറ്റിനെ കാണുന്നത് അല്ലെങ്കിൽ സമീപിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പ്രാരംഭഘട്ടത്തിലെ മലയാള ചെറുകഥയുടെ സവിശേഷതകൾ ഉദാഹരണ സഹിതം ഉപന്യസിക്കുക എന്നതാണ്. എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? പ്രാരംഭഘട്ടത്തിലെ മലയാള ചെറുകഥയുടെ സവിശേഷതകൾ ഉദാഹരണ സഹിതം ഉപന്യസിക്കുക. അപ്പോൾ എന്താണ് പ്രാരംഭഘട്ടത്തിലെ എന്ന് പറഞ്ഞാൽ? ആദ്യകാലഘട്ടത്തിലെ അല്ലേ മലയാള ചെറുകഥയുടെ സവിശേഷതകളെ ഉദാഹരണ സഹിതം നമ്മൾ എന്ത് ചെയ്യണം? വിവരണാത്മകമായിട്ട് സമീപിക്കണം. വിവരണാത്മകമായിട്ട് നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റിനെ എഴുതുക എന്നുള്ളതാണ്. മനസ്സിലായോ? എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വിഷയത്തെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഉള്ളടക്കം വേണം. നമ്മുടെ ഒരു അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ വിഷയം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളടക്കമാണ് അല്ലേ. അപ്പോൾ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്റ്റോറി പോയിട്ട് ഒരു ബുക്ക് എടുക്കുന്നു. ബുക്കിനൊരു 80 100 പേജ് ഉണ്ടാകും അല്ലേ, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടാകും. കൂടിപ്പോൾ ഒരു 10 20 പേജെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഈ 20 പേജും വായിച്ച് നോക്കിയിട്ടല്ല സ്വാഭാവികമായിട്ട് നമ്മൾ ആ ബുക്കിനെ വാങ്ങുക. പകരം ആ പുസ്തകത്തിൽ കണ്ടന്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്, ഉള്ളടക്കം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇന്ന കാര്യങ്ങളാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. അപ്പോൾ ആ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ബുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ വിലയിരുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പുസ്തകം മേടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉള്ളടക്കത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളടക്കം കൃത്യമായിട്ട് ആയിരിക്കണം. അപ്പോൾ ഉള്ളടക്കം, അപ്പം നമ്മുടെ അസൈൻമെൻറ്റ് വാല്യൂ ചെയ്യുന്ന ഏതൊരു അധ്യാപകനെയും ഉള്ളടക്കം നോക്കുന്നു. ഉള്ളടക്കം മനസ്സിലാ ഓക്കെ ആണ്, അതിനകത്ത് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളടക്കത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം കുട്ടികളെ. അതായത് ചെറുകഥയുടെ ഉദയകാലം, രണ്ടാമത് മലയാള ചെറുകഥയുടെ തുടക്ക വഴികൾ, അതുപോലെ ആദ്യകാല എഴുത്തുകാരും അവരുടെ സൃഷ്ടികളും, മറ്റൊന്ന് പ്രാരംഭകാല ചെറുകഥയുടെ രൂപഗുണങ്ങൾ അല്ലേ, പിന്നെ സാമൂഹിക പ്രസക്തി, മറ്റൊന്ന് ഉപസംഹാരം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സഹായക ഗ്രന്ഥങ്ങൾ. മനസ്സിലാവുന്നുണ്ട്? ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ വിവരണാത്മകമായിട്ട് എഴുതിയിരിക്കുന്ന ഈ അസൈൻമെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ചെറുകഥയുടെ ഈ ഉദയകാലം എന്ന് പറയുന്ന തലക്കെട്ടൊന്ന് മാറ്റിയാൽ എന്താണ്, എല്ലാവരുടെയും ഉള്ളടക്കം ഒരുപോലെ ആയിരിക്കില്ലേ, അപ്പോൾ എൻ്റെ ഉള്ളടക്കം ഒന്ന് മാറ്റിയാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ തോന്നാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെറുകഥയുടെ ഉദയകാലം എന്ന് പറയുന്ന തലക്കെട്ടിനെ നിങ്ങൾ മാറ്റുക. അപ്പോൾ നമ്മുടെ ഇതിനെ ഗൂഗിളിൽ കയറുക, സെർച്ച് ചെയ്യുക, എന്നിട്ട് അതിന് പകരം വരുന്ന തലക്കെട്ട് ഏതാണെന്ന് നോക്കുക. അപ്പോൾ കുറേ തലക്കെട്ടുകൾ നമുക്ക് വരും. അപ്പോൾ അതുമായിട്ട് യോജിക്കുന്ന ഒരു തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഉള്ളടക്കത്തിൽ മാറ്റം വന്നിട്ടുണ്ടേ, അപ്പോൾ അതുപോലെ ബാക്കിയുള്ള ടൈറ്റിലിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉള്ളടക്കത്തിൽ തന്നെ നമുക്ക് ചേഞ്ച് വരുത്താൻ കഴിയും. അടുത്തത് ഉപസംഹാരമാണ് അല്ലേ. സാമൂഹിക പ്രസക്തിയൊക്കെ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഉപസംഹാരം നോക്കുന്നു. ഉപസംഹാരവും അതുപോലെ തന്നെ നമ്മുടെ ഉപസംഹാരം എന്ന് പറഞ്ഞാൽ ഉപസംഹരിച്ചെഴുതുക. നമ്മൾ എഴുതിയതിനെ നമ്മൾ വിവരണാത്മകമായി എഴുതിയിരിക്കുന്നു. ആ വിവരണാത്മകമായിട്ട് എഴുതിയിരിക്കുന്നതിനെ ചെറുതായിട്ട് എന്താണോ നമുക്ക് മനസ്സിലായത് ആ കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള യുക്തിക്കനുസരിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഉപസംഹാരം നമ്മൾ കൊടുത്തിരിക്കണം. മറ്റൊന്ന് സഹായ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉള്ളടക്കത്തിൽ കൊടുക്കുന്നത്. മനസ്സിലായോ കേട്ടോ? അപ്പോൾ ഉള്ളടക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആമുഖമാണ് അല്ലേ. ആമുഖം ഏതൊരു നമ്മൾ വർക്ക് ചെയ്താൽ അതിനൊരു ആമുഖം ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ആമുഖം നോക്കാം. ആമുഖം നമുക്ക് വലുതായിട്ടൊന്നും വേണ്ട, ഒത്തിരി പേജുകളൊന്നും വേണ്ട, ചെറിയൊരു ഒരു പേജ്, ഒരു 1.5 പേജ് മതി നമുക്ക് ആമുഖം എന്ന് പറയുന്നത്. ആമുഖത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, നമ്മൾ എന്താണോ ഏത് വിഷയത്തെയാണോ സമീപിക്കുന്നത് ആ വിഷയത്തിൻ്റെ പൊതുവായിട്ടൊരു സ്വഭാവം നമുക്ക് ആമുഖത്തിൽ കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ആമുഖത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പം മലയാള സാഹിത്യത്തിൻ്റെ വികസന ചരിത്രത്തിൽ ചെറുകഥ ഒരു സുപ്രധാന സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ ആമുഖം തുടങ്ങിയിരിക്കുന്നത്. അപ്പം പലർക്കും ആമുഖമൊന്നും മാറ്റിയാൽ എന്താണ്, പകരം മറ്റേതെങ്കിലും സെൻറ്റൻസ് കൊടുത്താൽ എന്താണ് എന്നൊരു തോന്നലുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ChatGPT കയറുക,
ഇതേപോലെ ഈ സെൻറ്റൻസ് കൊടുത്തിട്ട് പകരം ഏതെങ്കിലും സെൻറ്റൻസ് കിട്ടണം എന്ന് കൊടുക്കുക. എന്താണ് പകരം മറ്റൊരു വാക്യം തരുക എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മറ്റു പല വാക്യങ്ങളും ഇതുമായിട്ട് യോജിക്കുന്ന വാക്യങ്ങൾ നമുക്ക് കിട്ടും, നമുക്ക് അവിടെ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇനി ആ പാരഗ്രാഫ് തന്നെ മാറ്റണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാരഗ്രാഫിനെ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് ChatGPTയിലേക്ക് കൊടുക്കുക. പകരം മറ്റൊരു പാരഗ്രാഫ് വേണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമുക്കവിടെ മറ്റൊരു പാരഗ്രാഫ് എന്ത് ചെയ്യുന്നു തരുന്നു. അല്ലെങ്കിൽ മറ്റ് 2 പാരഗ്രാഫ് കൊടുക്കുന്നു പറഞ്ഞാലും പകരം 2 പാരഗ്രാഫ് വരും. അതിൽ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് പറയുന്നത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ആമുഖത്തെ മാറ്റാം. ഓക്കെ, കുട്ടികൾക്ക് മനസ്സിലായോ? ഓക്കെ. മറ്റൊന്ന്, നമ്മുടെ അടുത്ത തലക്കെട്ട് ആമുഖം കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്താണ്? ചെറുകഥയുടെ ഉദയകാലമാണ്. അപ്പോൾ ഞാൻ ഉള്ളടക്കം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു, ചെറുകഥയുടെ ഉദയകാലം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPTയിലേക്ക് കൊടുക്കാം. ചെറുകഥയുടെ ഉദയകാലത്തിന് പകരം മറ്റു തലക്കെട്ടുകൾ പറയുക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരാളം തലക്കെട്ടുകൾ കിട്ടും. അതിലൊന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളതവിടെ മാറിപ്പോകരുത്. എന്താണോ ഉള്ളടക്കത്തിൽ കൊടുക്കുന്ന തലക്കെട്ട് അതേ തലക്കെട്ട് തന്നെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും കൊടുത്തിരിക്കണം. അവിടെ മാറ്റമുണ്ടാകാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോരാത്തതിന് ബദൽ ശീർഷകങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കാം, പ്രാരംഭഘട്ടത്തിൽ ചെറുകഥയുടെ അവലോകനം എന്ന് കൊടുത്തിട്ടുണ്ട്. മലയാള ചെറുകഥയുടെ ആദ്യകാല സഞ്ചാരം എന്നും കൊടുത്തിട്ടുണ്ട്. ഈ 3 തലക്കെട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം കൊടുക്കണം, എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമാകണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കങ്ങനെ ആ തലക്കെട്ടിന് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് ഉള്ളിലോട്ട് വരുമ്പോഴും നമുക്ക് ഓരോ തലക്കെട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. മനസ്സിലായോ? അതുപോലെ തന്നെ ചെറുകഥയുടെ ഉദയകാലം നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്, ഓരോ ഈസോപ്പ് കഥകൾ, ജാതക കഥകൾ, പഞ്ചതന്ത്ര കഥകൾ, ഇങ്ങനെ ഓരോ കഥകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് സെൻറ്റൻസുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആദ്യകാലത്തെ എഴുത്തെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റില്ല അല്ലേ. അത് കൃത്യമായിട്ടും ഓരോ സാഹിത്യ പുസ്തകങ്ങളിലും കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നതാണ് ഇന്നതിൻ്റെ തുടക്കം എന്ന്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റം വരുത്താനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്കിവിടെ ഒരു സെൻറ്റൻസിനെ മാറ്റി എഴുതാനായിട്ട് പറ്റും. അതുപോലെ ആ പാരഗ്രാഫിനെ കണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ പാരഗ്രാഫിലെ വിഷയം മാറ്റം വരാതെ തന്നെ ആ വാക്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി എഴുതാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പാരഗ്രാഫ് മുന്നേ പറഞ്ഞതുപോലെ തന്നെ പാരഗ്രാഫ് വേണമെങ്കിലോ സെൻറ്റൻസ് വേണമെങ്കിലോ നമുക്ക് ChatGPTയിലോട്ട് കൊടുത്ത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ ഇവിടെയുള്ള ഈ ബാക്കിയുള്ള തലക്കെട്ടുകളെ എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ മാറ്റാനായിട്ട് പറ്റും. ബദൽ ശീർഷകങ്ങൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് അത്തരത്തിൽ മാറ്റി എഴുതാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റാം. ഓക്കെ. പിന്നീട് നമ്മൾ വരുന്നതെന്ന് പറയുന്നത് ഉപസംഹാരമാണ്. അപ്പം തുടക്കം മുതലേ ഇങ്ങനെ ഓരോ ശീർഷകങ്ങളിലും ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും നമുക്കിങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ കഴിയും. പിന്നീട് നമുക്ക് ഏറ്റവും അവസാനം വരുന്നത് എന്താണ്, ഉപസംഹാരമാണ്. ഉപസംഹാരം ഇതുപോലെ വലിച്ച് നീട്ടി കുറേ എസ്സേ പോലെയൊന്നും നമുക്ക് വേണ്ട, ചെറിയൊരു പാരഗ്രാഫിൽ നമുക്ക് ഒതുക്കാവുന്നതാണ്. ഉപസംഹാരം എന്ന് പറയുന്നത് എന്താണ്? ഉപസംഹാരം എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഉപസംഹരിക്കുക എന്നതാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിനെ നമ്മൾ ഉപസംഹരിച്ചു കൊടുക്കുന്നു എന്നതാണ്. അതും ഇതുപോലെ നമുക്ക് നമ്മുടേതാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് നമുക്കിതുപോലെ തന്നെ ഓരോ പാരഗ്രാഫും സെൻറ്റൻസിനെയും നമുക്ക് മാറ്റി എഴുതാനായിട്ട് കഴിയും കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, നമുക്ക് അങ്ങനെ മാറ്റി എഴുതാം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് സഹായക ഗ്രന്ഥങ്ങളാണ് കേട്ടോ. അപ്പം സഹായ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ 3 പേരുടേതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സഹായ ഗ്രന്ഥങ്ങൾ പോരാ, നിങ്ങൾക്ക് ഇനി അധികം ആഡ് ചെയ്യണമെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ വിഷയം ഉണ്ടല്ലോ, എന്താണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പ്രാരംഭഘട്ടത്തിലെ മലയാള ചെറുകഥയുടെ സവിശേഷതകൾ ഉദാഹരണ സഹിതം ഉപന്യസിക്കുക എന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്നും വായിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണയില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വിഷയം അടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ റെഫറൻസ് നിങ്ങളൊന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായ ഗ്രന്ഥങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പം ഈ 3 അല്ല, നിങ്ങൾക്ക് അതിൽ കൂടുതൽ സഹായ ഗ്രന്ഥങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ സഹായക ഗ്രന്ഥങ്ങൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ അല്ലെങ്കിൽ വിവരണാത്മകമായിട്ട് ഒരു അസൈൻമെൻറ്റ് എഴുതുന്നത്. വിവരിച്ചെഴുതുകയാണ്. എന്താണ് വിവരിച്ചെഴുതുന്നത്? പ്രാരംഭഘട്ടത്തിലെ മലയാള ചെറുകഥയെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിവരിച്ചെഴുതുന്നു. ഉദാഹരണ സഹിതം നമ്മൾ വിവരിച്ചെഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുട്ടികളെ മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമ്മൾ ചെറുകഥാ സാഹിത്യത്തിലെ ഒരു വിഷയത്തെ അനലിറ്റിക്കൽ ലെവലിലാണ് ഒരു അസൈൻമെൻറ്റിനെ സമീപിക്കുന്നത്. അപ്പോൾ എന്താണ് അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ? വിശകലനാത്മകമായ. എന്താണ് വിശകലനം എന്ന് പറഞ്ഞാൽ? ഒരു കാര്യത്തെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിനെ യുക്തിപൂർവ്വം വിലയിരുത്തുന്ന രീതിയാണ് വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യത്തെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് അതിനെ ഘടകങ്ങളായിട്ടൊക്കെ വേർതിരിക്കുകയൊക്കെ ചെയ്ത് അതിനെ യുക്തിപൂർവ്വം വിലയിരുത്തുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് വിശകലനാത്മകം എന്ന് പറയുന്നത്. അതാണ് അനലിറ്റിക്കൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് നോക്കാം.
അതായത് ആധുനിക ചെറുകഥയിൽ നിന്നും ഉത്തരാധുനിക കാലഘട്ടത്തിൽ എത്തുമ്പോൾ ചെറുകഥാ സാഹിത്യത്തിന് സംഭവിച്ച മാറ്റങ്ങൾ വിശകലനം ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ആധുനിക ചെറുകഥയും ഉത്തരാധുനിക ചെറുകഥയും. അപ്പം അതായത് ആധുനിക ചെറുകഥയിൽ നിന്നും ഉത്തരാധുനിക കാലഘട്ടത്തിലേക്ക് ചെറുകഥ എത്തുമ്പോൾ ചെറുകഥ സാഹിത്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം എന്ന വിഷയത്തെ നമ്മൾ വിശകലനാത്മകമായിട്ട് സമീപിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അസൈൻമെൻറ്റ് എഴുതണം. അതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഉള്ളടക്കത്തിലേക്കാണ് പോകുന്നത്. എന്താണ്? വിശകലനം ചെയ്യുവാണ് കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉള്ളടക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ കുറച്ച് നേരം മുന്നേ ഞാൻ അതിന് വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ ഉള്ളടക്കം കൊടുത്തിരിക്കുന്നത്? ആമുഖമുണ്ട്. ഉത്തരാധുനിക ചെറുകഥകളുടെ അടിസ്ഥാന ധാരണകൾ എന്തൊക്കെയാണ്? ചെറുകഥയിലെ ആധുനിക ഉത്തരാധുനിക സമീപനം എങ്ങനെയാണ്? ഉത്തരാധുനിക ദൃഷ്ടികോണത്തിൽ ചെറുകഥ. പിന്നെ അതുപോലെ തന്നെ ഒരു ഉപസംഹാരം കൊടുത്തിട്ടുണ്ട്. സഹായ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളടക്കം. ഇതാണ് നമ്മൾ ഈ വിഷയത്തിന് കൊടുത്തിരിക്കുന്ന ഉള്ളടക്കത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അത് പഴയതുപോലെ തന്നെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ChatGPTയിലേക്ക് ഇതുപോലെ ഒരു തലക്കെട്ടുകൾ കൊടുത്തിട്ട് പകരം തലക്കെട്ടുകൾ പറയാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ധാരാളം തലക്കെട്ടുകൾ കിട്ടും. അപ്പോൾ എല്ലാവരും ഒരുപോലെ എഴുതേണ്ട ആവശ്യം വരുത്തില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ളൊരു തലക്കെട്ട് കൊടുത്തിട്ട് നമ്മുടേതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരച്ച് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? ആമുഖം കൊടുക്കുന്നുണ്ട് അല്ലേ? ആമുഖം ഇതുപോലെ തന്നെ എന്താണ് മാറ്റങ്ങൾ വരുത്താം. ചെറുകഥയിൽ ആധുനിക ചെറുകഥയും ഉത്തരാധുനിക ചെറുകഥയെക്കുറിച്ചുമാണ് നമ്മൾ ഈ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് ആധുനിക ചെറുകഥയെക്കുറിച്ചിട്ടും രണ്ടാമത്തെ പാരഗ്രാഫ് ഉത്തരാധുനിക ചെറുകഥയെക്കുറിച്ചുമാണ് നമ്മൾ ഈ ആമുഖത്തിൽ പറയുന്നത്. ഈ ആമുഖത്തിൽ നമ്മൾ 2 പാരഗ്രാഫുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് 2 പാരഗ്രാഫല്ല പകരം താരതമ്യം ചെയ്തുകൊണ്ട് എഴുതാനായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പാരഗ്രാഫിലെയും കോപ്പി പേസ്റ്റ് ചെയ്യുക, ChatGPTയിലേക്ക് കൊടുക്കുക. എന്നിട്ട് കലർത്തി 2 പാരഗ്രാഫിനെയും കലർത്തിക്കൊണ്ട് ഒരു 2 പാരഗ്രാഫ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഈ 2 പാരഗ്രാഫുകളെയും അതായത് ആധുനിക ഉത്തരാധുനികം ഒന്ന് വേർതിരിച്ചല്ലാതെ മിക്സ് ചെയ്ത് തന്നെ ഒരു പാരഗ്രാഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതല്ല സെൻറ്റൻസ് മാറ്റാനാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ മാറ്റി എഴുതാനായിട്ട് കഴിയും. മറ്റൊന്ന് ആധുനിക ഉത്തരാധുനിക ചെറുകഥയുടെ അടിസ്ഥാന ധാരണകളാണ് അല്ലേ? അതും കഴിഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ 2 ബദൽ ശീർഷകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എന്താണ്? ചെറുകഥയിലെ ആധുനിക ഉത്തരാധുനിക ദർശനങ്ങൾ അല്ലെങ്കിൽ ചെറുകഥയിലെ ആശയപരമായ മാറ്റങ്ങൾ ആധുനികതയും ഉത്തരാധുനികതയും എന്നാണല്ലോ. അപ്പം അതിനെ വേണമെങ്കിലും ഈ 3 തലക്കെട്ടുകൾ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് വേറൊരു 4ാമതൊരു തലക്കെട്ട് വേണമെങ്കിലും നമുക്കിതുപോലെ എന്ത് ചെയ്യാം? നമ്മുടെ സൂത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ആ സൂത്രം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് കഴിയും. അതുപോലെ നമ്മുടെ ബാക്കി വരുന്ന തലക്കെട്ടുകളെല്ലാം തന്നെ നമുക്ക് ഇതേപോലെ മാറ്റി എഴുതാം. അതിലെ കണ്ടൻറ്റുകളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. അത് വളരെ യുക്തിപൂർവ്വം നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടേതാണെന്ന് നമുക്ക് വരച്ച് തീർക്കാനായിട്ട് കഴിയും. അടുത്തത് ഉപസംഹാരമാണ്. ഉപസംഹാരം ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാം അല്ലേ? അപ്പം എന്താണ്? ആധുനികയിൽ നിന്നും ഉത്തരാധുനികയിലേക്കുള്ള മാറ്റം ചെറുകഥാ സാഹിത്യത്തിൽ ഗൗരവമായൊരു പരിവർത്തനമാണ് എന്നാണ് ആദ്യത്തെ സെൻറ്റൻസ് എടുക്കുന്നത്. ചിലപ്പോൾ പല കൂട്ടുകാർക്കും ആദ്യത്തെ സെൻറ്റൻസ് വേണ്ട എന്ന് തോന്നും, അല്ലെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസ് ഒഴിവാക്കിയിട്ട് മറ്റൊരു സെൻറ്റൻസ് കൊടുക്കാമെന്ന് തോന്നും. അത് നമ്മുടെ സൂത്രം ഉപയോഗിച്ച് നമുക്ക് സുഖമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ കഴിയും. നമുക്കിനി സഹായ ഗ്രന്ഥങ്ങളാണ്. ഇവിടെ സഹായ ഗ്രന്ഥങ്ങൾ 4 കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമ്മുടെ എരുമേലിയുടെ പരമേശ്വരൻ പിള്ളയുടെ ഒരു സാഹിത്യചരിത്രമുണ്ട്, എരുമേലി പരമേശ്വരൻ്റെ. മറ്റൊന്ന് KM ജോർജിൻ്റെ ഒരു സാഹിത്യചരിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ജോസ് കെ മാനുവലിൻ്റെ ഉത്തരാധുനികതയും ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. പിന്നെ ഭാഷാഭൂഷണി എന്ന് പറയുന്ന മാസികയിൽ സ്കറിയ സക്കറിയ എഴുതിയിരിക്കുന്ന ഒരു മലയാള ചെറുകഥയെക്കുറിച്ചുള്ള ലേഖനമുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം സഹായ ഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. അത് തീർച്ചയായിട്ടും നമ്മൾ വായിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റെ പിന്നിലൊരു സംഭവം ഉണ്ടാവും അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ചെറുകഥയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ചെറുകഥയെക്കുറിച്ച് പറയാൻ കഴിയില്ല. പകരം അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് റെഫറൻസ് നമ്മൾ ഉപയോഗിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ റെഫറൻസ് കൊടുക്കുക. അതല്ല ഈ റെഫറൻസിൽ കൂടുതൽ നിങ്ങൾക്ക് റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ChatGPTയിൽ കൊടുക്കാം, വിഷയം കൊടുക്കുക, ഇന്ന വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള റെഫറൻസ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഹായ ഗ്രന്ഥങ്ങൾ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ധാരാളം റെഫറൻസ് കിട്ടും. അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ റെഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വിവരണാത്മകമായിട്ടും വിശകലനാത്മകമായിട്ടും ഒരു അസൈൻമെൻറ്റ് എഴുതാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. വിവരണാത്മകമായിട്ടും വിശകലനാത്മകമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അസൈൻമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമീപിക്കാനായിട്ട് പറ്റും. ഏത് രീതിയിലാണ്? നമ്മൾ സ്കോളർ തന്നിരിക്കുന്ന ഈ അസൈൻമെൻറ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്വന്തമായ ഒരു അസൈൻമെൻറ്റ്, നിങ്ങളുടേതാണ്, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയതാണ് എന്ന് നിങ്ങൾക്ക് വരുത്തി തീർക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പം അതിനുള്ളൊരു സൂത്രം നമ്മളിവിടെ എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. അപ്പോൾ ആ സൂത്രത്തിലൂടെ നിങ്ങൾക്ക് സുഖമായിട്ട്, അപ്പം നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി വയ്ക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലർക്കൊരു അഭിമാനക്ഷതം ഉണ്ടായിരിക്കില്ലേ? ഞാൻ അങ്ങനെയാണല്ലോ എഴുതിയത്, ഇനിയിപ്പോൾ അതെല്ലാം ഒരുപോലെ ആയിരിക്കുമോ, പലരും ഒരുപോലെ ആയിരിക്കുമോ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊരു ബുദ്ധിമുട്ടുണ്ടാകും മനസ്സിന്. അപ്പോൾ ആ ബുദ്ധിമുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തകർത്തെറിയാനായിട്ട്
നമുക്ക് കഴിയും. എന്നിട്ട് നമുക്ക് നമ്മുടേതാണ് എന്ന് വരുത്തി തീർക്കുക. ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, അപ്പോൾ എൻ്റെ സെൻറ്റൻസ് ആയിരിക്കത്തില്ല മറ്റൊരാൾ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പാരഗ്രാഫ് ആയിരിക്കില്ല, അല്ലെങ്കിൽ തലക്കെട്ടായിരിക്കില്ല എന്ന് നിങ്ങൾക്ക്, തലക്കെട്ടല്ല സോറി, ഉള്ളടക്കം അല്ലെ, ഉള്ളടക്കത്തിൽ ഒരു സബ് ഹെഡിങ്സ് ഉണ്ടല്ലോ, അതൊന്നും തന്നെ നമ്മളല്ല എങ്ങനല്ല അവരുടേതല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, എൻ്റെ സ്വന്തം ആയിട്ട് ഞാൻ വരച്ചു തീർത്ത തലക്കെട്ടാണ് അല്ലെങ്കിൽ ഉള്ളടക്കമാണ് എന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സൂത്രം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, മാറ്റി എഴുതാൻ താല്പര്യമുള്ളവർക്ക് സുഖമായിട്ട് മാറ്റി എഴുതാവുന്നതാണ്. കൃത്യമായിട്ട് നമ്മൾ മാറ്റി എഴുതണം. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതാൻ താല്പര്യമുള്ളവർ അങ്ങനെ മാറ്റി എഴുതുക. എല്ലാവരും നല്ല മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ അസൈൻമെൻറ്റ് എഴുതാൻ കഴിയട്ടെ എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.